ഡൽഹി ഇളക്കിമറിച്ച സമരത്തിന് പിന്നാലെ സിജെപി അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. സമരക്കാരുമായി ജെ.പി. നദ്ദ ചർച്ച നടത്തുന്നു. ധർമ്മേന്ദ്ര പ്രധാനുമായി അമിത്ഷായും കൂടിക്കാഴ്ച നടത്തി. അതിനിടെ ചലോ സൻസദ് മാർച്ച് വീണ്ടും സംഘർഷഭരിതമായി. പിരിച്ചുവിടാൻ ലാത്തി ചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനോദ്, ഇപ്പോൾ സിജെപി അനുനയിപ്പിക്കുക എന്ന ഒരു നീക്കത്തിലേക്ക് കേന്ദ്രം കടന്നിരിക്കുകയാണ്. അവിടെ ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചോ അതോ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, ജെ.പി. നദ്ദയും CJP നേതാക്കളും തമ്മിലുള്ള ചർച്ച അവസാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 മിനിറ്റോളമാണ് ചർച്ച അതിൻ്റെ സമയമുണ്ടായിരുന്നത്. CJP നേതാക്കൾ അവരുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കത്ത് ജെ.പി. നദ്ദയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്. നീറ്റ് CBSE പരീക്ഷ പേപ്പറുകളുടെ ചോദ്യപേപ്പറുകൾ ചോർച്ച, ഇത് തന്നെയാണ് വലിയൊരു പ്രതിസന്ധിയായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ എത്തിയിരിക്കുന്നതും അപ്രതീക്ഷിതമായ ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്നതിന് കാരണമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ എങ്ങനെയെങ്കിലും ഈ സമരം ഒത്തുതീർപ്പാക്കുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. അതേസമയം ധർമ്മേന്ദ്ര പ്രധാൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യം മുന്നിലേക്ക് വരുമ്പോൾ മന്ത്രിയുടെ നിലപാട് കൂടി കേന്ദ്ര സർക്കാരിന് അറിയേണ്ടതുണ്ട്. എന്നാൽ രാജി എന്നൊരു കാര്യത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകുമോ എന്നതിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ മറ്റ് ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ സമരം കൂടുതൽ രൂക്ഷമാവുകയാണ്. വാൻചുക്കൊക്കെ ഈ സമരരംഗത്തേക്ക് എത്തിയതോടുകൂടി ഇതിൻ്റെ ഒരു തലം തന്നെ മാറുന്ന രീതിയായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ അഭിജിത് ദീപ്കെ, CJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം നിരാഹാരം തുടങ്ങുന്ന നിലയുണ്ടായി. പിന്നീട് വാങ്ചുക്ക് തന്നെ അത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഏതായിരുന്നാലും BJPയെ സംബന്ധിച്ച് ഇത് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് തീർക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വിഷയമായി വരുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ സമരത്തിന് ഔദ്യോഗിക പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തി എന്നതാണ്. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ DYFIയും SFIയും അടക്കമുള്ള സംഘടനകൾ ഇതിനകം തന്നെ ഡൽഹിയിൽ ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശശി തരൂർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വരുന്ന നിലയുണ്ടായി. ഇങ്ങനെ വ്യാപകമായി BJP വിരുദ്ധ ശക്തികളെല്ലാം തന്നെ ഈ സമരത്തിന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അതുതന്നെയാണ് കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതും. അനുശ്രീ, ശരി. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.